يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع. ജുമാക്ക് ബാങ്ക് കൊടുത്താൽ എല്ലാ ഇടപാടുകളും ക്ലോസ് ചെയ്യണം, സിസ്റ്റം ഷട്ട് ഡൗൺ ചെയ്യണം, കച്ചവട സ്ഥാപനം പൂട്ടണം, എല്ലാ ഏർപ്പാടും അവസാനിപ്പിച്ച് വരണം. ജുമാക്ക് ബാങ്ക് കൊടുത്തതിന് ശേഷം പിന്നൊരാൾ കടയിൽ നിന്ന് കച്ചവടം ചെയ്യൽ നിഷിദ്ധമാണ്, ഹറാമാണ്. അയാൾ അതുവരെ ചെയ്തത് ഹലാലായിരിക്കും, പക്ഷേ ബാങ്ക് കൊടുത്തതിന് ശേഷം ചെയ്യുന്ന കച്ചവടം ഏതാണ്? നിഷിദ്ധമാണ്. അപ്പം ഞാൻ ഹറാമൊന്നും ചെയ്യണില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഹലാൽ തന്നെ ചില സമയത്ത് എന്ത് ചെയ്യും? ഹറാമായി മാറും. ഞാനത് വിശദീകരിക്കല്ല. അത്ര സ്ട്രിക്റ്റായിട്ട് അല്ല പറഞ്ഞു ഒരു ഇടപാടും നടത്താൻ പാടില്ല. ഏത് പണി എടുക്കുകയാണെങ്കിലും ബാങ്ക് വരെ പറ്റൂ. ബാങ്ക് ആകുമ്പോൾ പള്ളിയിലെത്തും. ബാങ്ക് എന്ന് പറഞ്ഞാൽ ജുമയുടെ ബാങ്ക് ജുമ ആരംഭിക്കുമ്പോഴാണ്. എന്നിട്ട് അള്ളാഹു പറയാണ്, ഫഇദാ ഖുദിയത്തിസ് സ്വലാത്തു ഫന്തശിറൂ ഫിൽ അർദ്. നിസ്കാരം കഴിഞ്ഞാൽ ഈ പള്ളിയിലെല്ലാം നിൽക്കണമെന്നില്ല, എവിടുന്നാ വന്നത് അവിടേക്ക് തന്നെ പോയിക്കോ. ഫന്തശിറൂ ഫിൽ അർദ്. നീ വന്നിടത്തേക്ക് പോവുക, ഇല്ലെങ്കിൽ പുതിയ പണി അന്വേഷിക്കണേ, അങ്ങനെ നടന്നോ, സമ്പാദിച്ചോ എന്നാണ് പറഞ്ഞത്. അപ്പൊ പള്ളിയിൽ നിൽക്കണേക്കാൾ ശ്രേഷ്ഠത നീ വന്നിടത്തേക്ക് പോകുന്നതാണ്. അപ്പൊ അങ്ങനെ സമ്പാദ്യത്തെ പ്രോത്സാഹിപ്പിച്ച ആദർശമാണ് ഇസ്ലാം. അപ്പൊ രണ്ട് കണ്ടീഷൻ അതിന് വെച്ചു: ഹലാലാവണം, ത്വയ്യിബാണ്. ബാക്കി ലിമിറ്റേഷൻ ഒന്നുമില്ല. അപ്പൊ ഹറാമായത് വ്യക്തമായത് എന്താണെന്ന് ഖുർആൻ തന്നെ പറഞ്ഞു. ഖുർആനിൽ എന്തെങ്കിലും പ്രതിപാദിക്കാൻ പരാമർശിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിന് ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരങ്ങളിൽ, പ്രവർത്തികളിൽ അതിന് വിശദീകരണങ്ങൾ നൽകി. അതൊരിക്കലും ഒരു വിശ്വാസിയുടെ സമ്പാദ്യത്തിൽ ഉണ്ടാവാൻ പാടില്ല. ഇമാം മാലിക് റഹിമഹുല്ല പറയുന്നത്, ഖുർആൻ മുഴുവൻ പരിശോധിച്ചിട്ട് ഏറ്റവും വലിയ തിന്മ കുഫറും ശിർക്കുമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് ഖുർആൻ പറയുന്ന ഏറ്റവും വലിയ തിന്മ പലിശയാണ്. പലിശയിൽ ഏറ്റവും ചെറിയത് 70 ബാബുകൾ, ഡോറുകളുണ്ട് പലിശക്ക്. അതിലേറ്റവും ചെറുത് സ്വന്തം മാതാവിനെ വ്യഭിചരിക്കുന്നതിന് തുല്യമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ര മോശപ്പെട്ട പ്രവൃത്തിയാണ് പലിശ എന്ന് പറയുന്നത്.